ഹേ ഗൈസ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഭയങ്കര നീറ്റ് ബിൽട്ടായി വണ്ടികളെല്ലാം. ഇത് എയർ സസ്പെൻഷനാണ് വണ്ടി ഇരിക്കുന്നത്. സിഗരറ്റൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക കള്ളൻ. പിന്നെ കുറേ പഴയ മിനികളുണ്ട്, കുഞ്ഞു മിനികൾ. വേണം കോമ്പറ്റീഷനുള്ള കാറുകളാണ്. അതാണ് കണ്ട സ്ക്രാപ്പ് കാറോ നോക്കും, പക്ഷേ ഇമാരെ അടിക്കണം അടി സൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ. ആംഗിൾ കിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. എൻ്റെ ബ്രേക്കിൻ്റെ നമ്മുടെ അമ്മാതിരി അടിയാണ് പുള്ളി ട്രാക്കിലിട്ട് അടിച്ചത്. നമ്മൾ ക്ലാപ്ഡ് കാർസ് എന്ന് പറയത്തില്ല, അതുപോലത്തെ ഒരു സെറ്റപ്പ് ചെയ്ത്. പക്ഷേ ഇവൻ ഡ്രിഫ്റ്റ് കാറാണ്. ഫൈനൽ റൗണ്ട് ഡ്രാഗ് അടിക്കാനുള്ള വണ്ടികളാണ് ഈ കിടക്കണം മുഴുവൻ. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കാനഡയിലുള്ള യൂറോ ക്ലാസിക് എന്ന് പറഞ്ഞ ഇവിടെയുള്ള യൂറോ കാർസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ BMW, ബെൻസ്, ഓഡി അങ്ങനെ യൂറോ കാർസുകളുടെ എല്ലാം ഒരു മീറ്റാണ്. അത് എല്ലാ വർഷവും കാനഡയിൽ നടക്കുന്നതാണ്. 3 ഡേ ഇവൻ്റാണ്. ഇപ്പം ഡ്രിഫ്റ്റ്, ഡ്രാഗ്, ബേണൗട്ട് അങ്ങനത്തെ പല പല കോമ്പറ്റീഷനായിട്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇത് ക്യാമ്പ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് അവിടെ. അപ്പം ഇവിടെ വന്ന് നമുക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്ത് പരിപാടി നടത്താം എന്ന് പറഞ്ഞാൽ പരിപാടിക്ക് കൂടാം. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് 1 ഡേക്ക് വേണ്ടിയാണ് വന്നത്. നമ്മളിപ്പോൾ ഇവിടെ അടുത്തായതുകൊണ്ട് അപ്പം പരിപാടികളൊക്കെ ഡ്രിഫ്റ്റ് ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ഇവൻറ്റുകളൊക്കെ നടപ്പുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ്. നമുക്ക് എന്നാ പറഞ്ഞാൽ ഇപ്പോൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ അവിടെ ടിക്കറ്റൊക്കെ കൗണ്ടർ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറണം. അപ്പം അവിടെ നമുക്ക് വണ്ടി ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. നമുക്ക് ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഷോ ആൻഡ് ഷൈനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഷോ ആൻഡ് ഷൈനൊക്കെ എല്ലാ വണ്ടികളും കാണും. പല പല ബിൽറ്റുകൾ വരും, അടിപൊളി ബിൽറ്റുകൾ. എൻ്റയർ കാനഡയിലുള്ള വണ്ടികളെല്ലാം തന്നെ വരാറുണ്ട്. അപ്പോൾ അത് കാണണം. പിന്നെ ഡ്രിഫ്റ്റ് ഉണ്ട്, പിന്നെ ഡ്രാഗ് റേസ്, പിന്നെ മെയിൻ ബേണൗട്ട് കോമ്പറ്റീഷനാണ്. അതെല്ലാം നമുക്കൊന്ന് കാണണം. അപ്പോൾ നമുക്കിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ അകത്തോട്ട് വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ E36 കുറേ കിടപ്പുണ്ട്. അതുപോലെ തന്നെ വോക്സ്വാഗൻ കുറേ വണ്ടികൾ കിടപ്പുണ്ട്. അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള വണ്ടികൾ, അതൊക്കെ ഡ്രാഗ് അടിക്കാനുള്ള വണ്ടികളുടെ ലൈനപ്പ് കിടക്കുന്നതല്ല. അപ്പോൾ അവന്മാരെല്ലാം ടെസ്റ്റ് ആൻഡ് ട്യൂൺ ചെയ്യാനും പരിപാടികൾ ഡ്രാഗാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ തന്നെയാണ് ബേണൗട്ട് കോമ്പറ്റീഷനും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന ഒരു E36 എന്ന് പറഞ്ഞാൽ ആ വെള്ളവണ്ടി അതൊരു ഡ്രിഫ്റ്റ് കാറാണ്. അപ്പം എല്ലാ ബിൽഡും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ ചെന്ന് അങ്ങോട്ട് നോക്കി കാണാം. അവിടെയാണ് ഡിസ്പ്ലേ കാറുകൾ മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബിൽഡുകളുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാമെന്ന് ഓർത്താണ്. അപ്പം ബാ. നല്ല നൈസായിട്ട് വേണം E46 M3. നമ്മൾ ഷോ ആൻഡ് ഷൈൻ ഏരിയയിലോട്ട് വന്നു. അപ്പോൾ കാണാം സ്ഥിരം നമ്മൾ കാണുമ്പോൾ എന്നും മന്നെ കാണുന്ന ഒരു ബീറ്റിലാണ് ഇത്. അതുപോലെ മേഴ്സിഡസ്, മാൽബ്രോ ഇത് ചെയ്തേക്കണേ. ഇതെല്ലാം സ്ഥിരം നമ്മളെല്ലാ മീറ്റിന് പോകുമ്പോഴും കാണുന്ന അവന്മാരാണിത്. പക്ഷേ ഇതൊക്കെ നൈസ്ലി ബിൽട്ടാണ്. കാണണം ഭയങ്കര നീറ്റ് ബിൽട്ടായി വണ്ടികളെല്ലാം. ഇത് എയർ സസ്പെൻഷനാണ് വണ്ടി ഇരിക്കുന്നത്. വണ്ടി കാണുമ്പോഴേ നിലത്തെ ഇരിക്കണം. അത് അതെ, ഇത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതെല്ലാം തന്നെ ഇത് കോയിലോവറാന്ന് തോന്നുന്നു. ഇത് എയർ സസ്പെൻഷൻ അല്ലെന്ന് തോന്നണം. അതെ, മാൽബ്രോ സിഗരറ്റൊക്കെ പിടിച്ചോണ്ടിരിക്കുക കള്ളൻ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ കണ്ടോ മസേരട്ടി കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ G80 എങ്ങനെ അത്യാവശ്യം നല്ല ബീമർ സൈഡ് ഉണ്ട്. ആ സൈഡ് കുറേ ബീമർ മോഡ്സ്. ഇവിടെ ട്യൂണിങ് ഷോപ്പും എല്ലാം ഇന്ന് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ആൻഡ് ട്യൂൺ ചെയ്യാം നമ്മുടെ വണ്ടി. എന്നിട്ട് ട്രാക്കിൽ പോയി നമുക്ക് ഓടിച്ച് നോക്കാം. അപ്പോൾ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇവിടെ ആക്രോപോവിക്കിൻ്റെ അവരുടെ ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട്. അപ്പം അവരുടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ യൂറോ ട്യൂണിങ്ങിൻ്റെ ഉണ്ട്. അങ്ങനെ ഇവിടെ കാനഡയിലുള്ള മെയിൻ എല്ലാ ആൾക്കാരുടെയും സ്റ്റോളുകളുണ്ട് ഇപ്പോൾ 2 സൈഡിൽ നോക്കിയാലും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഇവിടുന്ന്. അല്ലെങ്കിൽ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്.
ഇപ്പം ആ കാണുന്ന മെഴ്സിഡസ് ആണെങ്കിലും കണ്ടോ, ആ ക്യാമറ ഒക്കെ കണ്ടോ എന്നാ ചെയ്തു വെച്ചേക്കണേന്ന്. എനിക്കാണ് ഡ്രിഫ്റ്റ് കാറാണെന്നാ തോന്നുന്നത്. കണ്ടോ, റോൾ ഗേജ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നൈസായിട്ട് എന്താ പറയുക, ഇങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം യൂറോ കാറുകളൊക്കെ ചീപ്പായിരിക്കും. അപ്പം ചീപ്പായതുകൊണ്ട് തന്നെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എല്ലാവരും ഡ്രിഫ്റ്റ് കാറൊക്കെ ആയിട്ട് പഴയ വണ്ടികളെല്ലാം ബിൽഡ് ചെയ്യും. ഇപ്പം ഇങ്ങോട്ടൊന്ന് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കണ്ടോ, M4കളെല്ലാം നിരന്ന് കിടക്കും മുഴുവൻ. F82 M4കളാണ് ഈ നിരന്ന് കിടക്കുന്നത് മുഴുവൻ. അതുപോലെ തന്നെ ഇടയ്ക്ക് പിന്നെ കുറേ പഴയ മിനികളുണ്ട്, കുഞ്ഞു മിനികൾ. നമ്മുടെ മിസ്റ്റർ ബീൻ്റെ മിനികളെല്ലാം കിടപ്പുണ്ട്. ഇതൊരു കൺവേർട്ടബിൾ നമ്മുടെ M4 കിടപ്പുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഹെഡ്ലൈറ്റ് എല്ലാം കസ്റ്റം കാർബൺ ഫൈബർ സെറ്റപ്പ്. അപ്പോൾ കണ്ടോ, ഫുൾ കാർബൺ ഫൈബർ ആണ്. ഇത് കണ്ടോ, ഇതെല്ലാം എല്ലാ പാനൽസും കാർബൺ ഫൈബർ ആണ്. ഹെഡ്ലൈറ്റ് ഇത് നമ്മൾ ചെയ്യണ പോലെ ഇൻടേക്കിൻ്റെ അത് കൊടുക്കണ പോലെ സെറ്റായിട്ട് കാർബൺ ഫൈബർ ചെയ്തേക്കുവാണ്. ഈ F82 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ബോഡി വരും. ഇത് കൺവെർട്ടബിൾ വരുമ്പോഴാണ് F83 വരുന്നത്. ആ പ്ലേറ്റും അത് തന്നെയാണ് സെറ്റ് ചെയ്തേക്കണേ. ഇപ്പം ഇങ്ങോട്ടൊന്ന് കാണാം, ഇവിടെ ഒരു നോർത്ത് അമേരിക്ക ഇത് ഓഡി ക്ലബ് ഉണ്ട്. അപ്പം അവരുടെ വണ്ടികളാണ് ഈ കിടക്കുന്നത് മുഴുവൻ. അപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ക്ലബ്ബിലുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് നമുക്ക് ഇവിടെ കിടക്കാം. ജസ്റ്റ് ഒരു എന്താ പറയുക, സമ്മറി ടൈം സ്പെൻഡ് ചെയ്യാം ഗ്രൂപ്പായിട്ട്. അതുപോലെ തന്നെ പല പല വണ്ടികളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കണം എന്ന് ഓർത്തത് ഈ ഓടിയാണ്. അപ്പം ഇതിന് എനിക്ക് പ്രത്യേകതയായിട്ട് വന്നത് അതിൻ്റെ വീലാണ്. വീല് കാർബൺ ഫൈബർ വീൽസാണ് വന്നേക്കണേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, കണ്ടോ, നൈസ് വീല്. പക്ഷേ ഇത് റിയൽ കാർബൺ ഫൈബറാണ്, ഡിപ്പല്ല, റിയൽ കാർബൺ ഫൈബർ. അപ്പം നമ്മൾ ഇതിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പം 4 സെറ്റിന് തന്നെ ഒരു $4,000-5,000 ഒക്കെ മിനിമം വരും. അതിൽ കൂടുതലായിരിക്കണം ഇത്. പറ്റുന്നത് ഇത് കണ്ടോ, ഈ കിടക്കുന്ന മുഴുവൻ E46 E36 നമ്മുടെ BMകൾ മുഴുവൻ ഡ്രിഫ്റ്റ് കാറുകളാണ്. ഡ്രിഫ്റ്റ് അല്ലേ ബേണോ കോമ്പറ്റീഷനുള്ള കാറുകളാണ്. അതാണ് കണ്ട സ്ക്രാപ്പ് കാറോ നോക്കും. പക്ഷേ ഇമാർ അടിക്കണം അടി സൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, അടി പൊളിയാ, മാരക ടോർക്ക. ചിലതൊക്കെ OEM BM എഞ്ചിൻ തന്നെയാണ്, അല്ലതൊക്കെ LS സ്വാപ്പൊക്കെ കാണും. ജസ്റ്റ് ആ ഷാസിയാണ് നമ്മുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. ഷാസിയാണ് റീഇൻഫോഴ്സ് ചെയ്തില്ലേ ക്രാക്ക് വരും. ഇമാർ വണ്ടി ചീപ്പായിട്ട് നമുക്ക് ഷാസി അല്ലെങ്കിൽ വിത്ത് എഞ്ചിൻ കിട്ടും. അപ്പോഴത്തേക്ക് ഇത് M54 എന്ന് പറഞ്ഞ എഞ്ചിനൊക്കെ ആയിരിക്കും ഇത് വരുന്നത്. നമ്മുടെ 3 ലിറ്റർ 330 CIയിലൊക്കെ വന്നത്. അപ്പം അതൊക്കെയാണ് ഈ വണ്ടി വരുന്നത്. അപ്പം ഡ്രിഫ്റ്റ് ഈസിയാണ്. പിന്നെ കൂപ്പും കൂടെ ആയതുകൊണ്ട് 4 ഡോറൊക്കെ ആയതുകൊണ്ട്. അപ്പം വണ്ടി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇപ്പം ഈ വണ്ടി കണ്ടാന്ന് പറയുന്നത് കണ്ടോ, ആംഗിൾ കിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. ആംഗിൾ കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡ്രിഫ്റ്റൊക്കെ ചെയ്യുമ്പം ഈ ടയർ മാക്സിമം എത്ര പുറത്തോട്ട് വന്നെന്ന് ഇത് മനസ്സിലായില്ലേ. നമ്മുടെ ആംഗിൾ സെറ്റ് ചെയ്യാണ് ആംഗിൾ കിറ്റൊക്കെ ചെയ്യുന്നത്. പിന്നെ റോൾ കേജും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇവർ ഡ്രിഫ്റ്റ് ചെയ്തതിൻ്റെ ഇവർക്ക് എന്തൊക്കെയോ ചാമ്പ്യൻഷിപ്പ് ഒക്കെ അടിച്ചിട്ടുള്ള ടീമുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രോളിക് ബ്രേക്സ്, ഷോർട്ട് ഷിഫ്റ്റർ, ഫുള്ള് സെറ്റായിട്ടാണ് ഇത്. കണ്ട വണ്ടി ഒരു ആക്രി വണ്ടി പോലെ തോന്നിയാലും പക്ഷേ ഇവരൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യണം കണ്ട എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ഇതുപോലത്തെ ഒരു വണ്ടി എടുത്തിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് പഠിക്കണമെന്ന്. ഇവിടെ ചീപ്പാണ്. അപ്പോൾ ഉമ്മാർ പരിപാടി കഴിഞ്ഞാൽ ജസ്റ്റ് വണ്ടി കൂൾ ഡൗൺ ചെയ്യാനിട്ടേക്കുക. ഇതിപ്പോൾ BMWൻ്റെ OE എഞ്ചിൻ തന്നെയാണ് ഇതിൽ വരുന്നത്. ഇങ്ങോട്ടൊന്നും കണ്ടോ, നമുക്ക് സൂപ്പർ കാറുകളാണ്. നമുക്ക് കുറച്ച് ലംബോർഗിനിയും നമ്മുടെ പോർഷെ, ഫെറാറി ഒക്കെ കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് സൂപ്പർ കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇവർക്ക് പേയ്മെൻറ്റ് കൊടുത്ത് നമുക്കിവിടെ ലാപ്പ് അടിക്കാം, 2-3 ലാപ്സ് അടിക്കാം. അപ്പം $200 അങ്ങനെയാണ്. ആ റേറ്റുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പോർഷെ ഇത് എക്സ്പീരിയൻസ് ഡ്രൈവിന് ഓണാണ്. നമുക്ക് ടിക്കറ്റ് എടുത്ത് ഇതുപോലെ അവിടെ ലാപ്പ് അടിക്കണം ഞാൻ കാണിച്ചു തരാം. അപ്പം അവിടെ ഫെറാറി എല്ലാം അടിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രൈവറ്റ്ലി ഉണ്ട്. അപ്പം നമുക്ക് പ്രൈവറ്റ് കാർ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാക്കിൽ കൊണ്ടുവന്ന് ഇറക്കാം. അതിൽ സൂപ്പർ കാർ എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ പല ഡിപ്പെൻഡ് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ പുറകെ കിടന്ന പോർഷെ ഉണ്ടല്ലേ, അപ്പം പുള്ളി കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെ നമ്മുടെ അമ്മാതിരി അടിയാണ് പുള്ളി ട്രാക്കിലിട്ട് അടിച്ച് ഭയങ്കര മണമാണ് വണ്ടിക്ക്. ഇവിടെ നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ അതാ പറഞ്ഞത്, GT3 RS ഒക്കെ ഇങ്ങനെ ഇട്ട് അടിക്കണ ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് ഇവിടെ വന്നാൽ നമുക്ക് എല്ലാ തരം സൂപ്പർ റിച്ച് ആൾക്കാർ ഇമാതിരി അടിക്കണേ കാണാൻ പറ്റും.
കുറച്ച് വിൻഡിയാണ്, വിന്നോയ്സ് കാണും. പക്ഷേ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് വന്നപ്പോഴാണ് കുറച്ച് BMകൾ ഇവിടെ കിടക്കാറുണ്ട് കേട്ടോ. ഇത് E92 M3, നമ്മുടെ ഇരിക്കുന്ന 335 N54. ഇതാണ് നമ്മുടെ V8 എഞ്ചിൻ വരെ നാച്ചുറലി ആസ്പിറേറ്റഡ് BMW ഐക്കോണിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്റ്റിൽ വാല്യൂ ഹോൾഡ് ആണ്. ഈ വണ്ടിക്ക് ഇപ്പോൾ കിട്ടണ $40,000 കൊടുക്കാം. അതാണ് കസ്റ്റം ഹെഡ്ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ള് കാർബൺ ഫൈബർ, ഈ ലിപ്പ്, പിന്നെ ഫുഡ്. അതുപോലെ തന്നെ ഇത് 335. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം, അത് കണ്ടോ കസ്റ്റം BMW ബാഡ്ജിങ്, അതും റിയൽ കാർബൺ ഫൈബറാണ്. ഒന്നും നേരത്തെ പറയും പോലെ ഡിപ്പല്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കാണാം, ഇത് കണ്ടോ, ഇത് 335 ആണ്, പക്ഷെ വൈറ്റ് ബോഡി ചെയ്ത് നോക്കുക, നൈസായിട്ടുണ്ട് കാണാൻ വേണ്ടി. ഇത് N55 തന്നെ. അപ്പോൾ ഹെഡ്ലൈറ്റ് നോക്കിയാൽ കാണാം E92 ഷാസി രണ്ടുണ്ട്. 2010 തൊട്ട് ഇത് E92 N55 എഞ്ചിൻ വന്നേക്കണം. N54 അപ്ഡേറ്റ് ചെയ്ത് ആ വണ്ടി ചെയ്ത്. അപ്പോൾ അതിന് കുറച്ച് ഹെഡ്ലൈറ്റേഴ്സ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അറിയാം. പക്ഷേ ലിപ്പ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വണ്ടി വൈറ്റ് ബോഡി നൈസായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന പുതിയ C4 കിടപ്പുണ്ട്. എല്ലാം തന്നെ നൈസാക്കി വെച്ചാണ്. കൂടുതലും ബീമർ ഓടി വണ്ടികളാണ് ഇവിടെ. മെഴ്സിഡസ് കുറവാണ്. നമ്മൾ ക്ലാപ്ഡ് കാർസ് എന്ന് പറയത്തില്ല, അതുപോലത്തെ ഒരു സെറ്റപ്പ് ചെയ്ത്. പക്ഷേ ഇവൻ ഡ്രിഫ്റ്റ് കാറാണ്. ഫുള്ളി സെറ്റ് ചെയ്തുകൊണ്ട് ആംഗിൾ കിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് സാധനം. പക്ഷേ പെയിൻ്റൊക്കെ മനുഷ്യമാണ്. അതൊന്നും ആരും ഹൂ കേഴ്സ് എന്ന് പറയണ പോലെ സാധനം ഡസ് ദി ജോബ്. അതാണ് ഈ സാധനം. പൊറോട്ടൊക്കെ ഒന്ന് എക്സോസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, അവിടെ നടുക്കൊരു ക്വിക്ക് ജാക്കിൻ്റെ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ പെട്ടെന്ന് നമ്മൾ ജാക്കപ്പ് ചെയ്യാൻ വേണ്ടി അതേ കൊണ്ടുപോയി ജാക്ക് വെക്കുക, പൊക്കുക, ടയർ മാറുക, അത് തന്നെ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം ഹെഡ്ലൈറ്റ് ചെയ്ത് കണ്ടോ സ്റ്റിക്കർ ചെയ്തേക്കണം. അത് ജസ്റ്റ് സ്റ്റിക്കറാണ്. അപ്പം ഓടി കുറേ പേര് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു. ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്കർ ചെയ്താൽ പക്ഷേ നൈസായിരിക്കും. ഇത് കണ്ടോ, ഇതിന് യെല്ലോയും ഇതിന് വേറൊരു കളറും പിങ്കിഷ് കളറും കൂടെയാണ് കൊടുത്തേക്കണം. അപ്പം അത് DR കത്തുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് കട്ടൗട്ടായിട്ട് വാങ്ങിച്ച് ജസ്റ്റ് ഒട്ടിച്ചാൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ കാണാൻ ഒരു ഭംഗിയാണ്. നമ്മൾ മുമ്പേ കണ്ട ബെൻസ് പുള്ളി ഇറക്കിക്കൊണ്ടുണ്ട്. കണ്ടോ ക്യാമറ ആംഗിൾ കിറ്റ് എല്ലാം ചെയ്ത് പെട്ടപ്പോൾ അവൻ LS ഇരിക്കണം. LS സാധനം. ഒരു M6 പോകുന്നു. LS സ്വാപ്ഡ് മെഴ്സിഡസ് ആണത്. ദേ അടുത്ത മിനി എങ്ങനെ മോഡിഫൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ദേ ഇത് കണ്ടോ, അടുത്ത വണ്ടി ഇത് എങ്ങനെ മോഡിഫൈ ചെയ്താൽ മതി. ഉണ്ടോ വണ്ടി LS V8 സ്വാപ്പ് ചെയ്തേക്കുക. സൂപ്പർ ചാർജർ കിറ്റൊക്കെ സെറ്റ് ചെയ്തേക്കണം വണ്ടി. അത് ക്വിക്ക് റിലീസ് സ്റ്റിയറിംഗ് ഒക്കെയാണ്. അപ്പം പുള്ളി ഊരി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനപ്പ് ചെയ്ത വണ്ടികളെല്ലാം എന്ന് പറഞ്ഞാൽ ഡ്രാഗ് അടിക്കാൻ വേണ്ടി നിൽക്കുന്ന വണ്ടികളാണ്. അപ്പോൾ നമുക്ക് ഡ്രാഗ് സ്ട്രിപ്പിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. കണ്ടോ സൗണ്ട് കേട്ടോ, ഡ്രാഗ് അടിക്കാൻ ഫൈനൽ റൗണ്ട് ഡ്രാഗ് അടിക്കാനുള്ള വണ്ടികളാണ് ഈ കിടക്കണം മുഴുവൻ. കണ്ടോ M4 ഒക്കെ പൊട്ടണ സൗണ്ടാണ് അത്. ഓ ഓ പുള്ളി ലോഞ്ച് ഇട്ടിട്ട് പൊട്ടിച്ച് കാണിച്ചതാണ്. നമുക്ക് ഡ്രാഗ് എല്ലാം കാണാം. വേഗം ഡ്രാഗ് സ്ട്രിപ്പ് ഇവിടെയാണ് വണ്ടികളെല്ലാം. അപ്പോൾ അവിടെ മുമ്പേ കണ്ട ലൈനപ്പ് ചെയ്ത വണ്ടികളെല്ലാം ഡ്രാഗ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടി ഡ്രാഗ് അടിക്കണം കാണാം. ഇതൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ ക്വാർട്ടർ മൈലാണ്. അപ്പോൾ അവിടെ ടൈം കാണിക്കും. അപ്പം നിങ്ങൾക്ക് നോക്കിയാണ് അങ്ങേറ്റത്തൊരു ക്ലോക്ക് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ടൈം കാണിക്കും, നമ്മൾ എത്രയാണ് ക്വാർട്ടർ മൈൽ അടിച്ചതെന്ന്. ഉണ്ട് അവൻ 15.24. ഭയങ്കര ഹൈ ആണ് ടൈം. ഇപ്പോൾ M4 ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എത്രയും അടിക്കാൻ പറ്റുന്നു. കട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടോ ഇപ്പം കണ്ടോ M3 നിൽപ്പുണ്ട്, 340 നിൽപ്പുണ്ട്. ഇപ്പം ഏതടിക്കുമെന്ന് നമുക്ക് വെയിറ്റിംഗ് ആണിത്.
ഓ M3യുടെ സ്റ്റാർട്ടിങ് പോയി. That's a better launch. Left lane left 7/10 of a second ahead of him and gets there first at 12:63 at 108. Right lane runs 13:09 but at 118 miles an hour. ഇവനൊരു അടിപൊളിയുണ്ട്. സൂപ്പർ ചാർജ്ഡാണ് വണ്ടി. വണ്ടി ലിഫ്റ്റ് അടിക്കണം നോക്കിക്കോ ട്രാക്കിൽ. ഇപ്പോൾ അതെ നമ്മളിങ്ങനെ നിൽക്കുന്നത് നമ്മുടെ പുതിയ മാർക്ക് 5 സുപ്രീം ബേണൗട്ട് അടിച്ച കയറുന്ന തന്നെ ടയർ ഹീറ്റപ്പ് ചെയ്ത്. അതുപോലെ തന്നെ X5M രണ്ടും B58. അപ്പം ഏതടിക്കുമെന്ന് നമുക്ക് നോക്കാം. X5 കഴിച്ചു. മറ്റൊരു നല്ല വീൽ സ്പിന്നായിരുന്നു. ഇവിടെ ഇപ്പോൾ ചൂട് കാരണം കാണാം. ടെൻറ്റിനകത്ത് സ്പ്രേയർ സെറ്റ് ചെയ്തത്. തോംസൺ അതിനകത്ത് നിന്ന് തണുപ്പ് കൊള്ളുന്നുണ്ട് സ്പ്രേ ഒക്കെ ആയിട്ട്. അത് സുഖമാണ് വെയിലത്ത്. ഭയങ്കര ചൂട്. ഇപ്പോൾ സമ്മറായിട്ട് ഭയങ്കര 34-35 ഡിഗ്രിയാണ്. അതുകൊണ്ടോ ലിംബോയ്ക്ക് പോകാൻ വേണ്ടിയുള്ള വണ്ടികൾ അതുകൊണ്ടോ ഫുള്ള് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാം. ഓളാം അങ്ങോട്ടൊക്കെ പോയാൽ കാണാം. ഞാനൊന്ന് പാസ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെ ഹൈറ്റ് നോക്കുവാണ്. അപ്പം എല്ലാവരും അതിൻ്റെ മുകളിൽ കണ്ടോ വണ്ടി ആൾക്കാർ കയറി ഇരിക്കുമ്പോഴത്തേക്കും ഹൈറ്റ് കുറയും. അപ്പം എങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ പാസ് ചെയ്യാന്നുള്ളതാണ് പരിപാടി. അവന്മാരായിരിക്കും അടിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ 2-3 ഒരു വോക്ക് ഓവനുണ്ട്. അതിന് തള്ളിക്കൊണ്ടാവുന്നത്. അതിന് എഞ്ചിനൊന്നുമില്ല. അപ്പോൾ അവനെ തള്ളിക്കൊണ്ടാണ് വരുന്നത്. ആണോ അവരൊരു യൂണിറ്റ് തള്ളിയത്. ഒന്നെങ്കിൽ ഇവർ ചെയ്യും അല്ലെങ്കിൽ മിനി ചെയ്യും. അതൊരു ടൈം കോമ്പറ്റീഷൻ ആയിരിക്കും. ലിംബോ കോമ്പറ്റീഷൻ കഴിഞ്ഞു. ലിംബോ കോമ്പറ്റീഷൻ നിങ്ങൾ കണ്ട പോലെ തന്നെ മിനി കൂപ്പറാണ് അടിച്ചേക്കണേ. ആ ഓർത്തോൻ അവന് എഞ്ചിൻ ഓടുന്നില്ല. അവരുടെ തള്ളിക്കയറ്റിയിട്ട് പിന്നെ നടന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് മിനി ആയിരുന്നു ടൈറ്റ് കോമ്പറ്റീഷൻ. ഇപ്പോൾ നമ്മുടെ ബേണർ കോമ്പറ്റീഷൻ തുടങ്ങുന്നുണ്ട്. ഫസ്റ്റ് കയറുവാനുണ്ട്.
Uber drivers here. Let's give a hand for Tyler with the 2001 E46 330 CI. Let's give a hand for Tyler. The AD boys are in the house. We got that nice first chin, E46. Let's give it God, they're going. Hands up. Everybody, hands up, hands up, hands up. Should he go again? Should he go again? Yes or no? അപ്പോൾ നമ്മുടെ ബാനർ കോമ്പറ്റീഷൻ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. ഓടി ടയർ അടിച്ച് പൊട്ടിച്ച് നമ്മൾ BM ടയർ അടിച്ച് പൊട്ടിച്ചു. അങ്ങനെ കുറച്ച് വണ്ടികൾ എല്ലാവരും ഈ ടയർ പൊട്ടിക്കുന്നതാണ് ഇവിടുത്തെ ബാനർ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ അടിച്ച് നശിപ്പിക്കണം, എന്നിട്ട് അമ്മ നിർത്തുള്ളൂ, അതിൽ തീ വന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട്. വേറെ വേറെ ഇവൻറ്റ്സ് എല്ലാം നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടുത്തെ നോർത്ത് അമേരിക്കയിലെ കാർ കൾച്ചർ എന്താണെന്ന് നമുക്ക് നമ്മുടെ മലയാളികൾക്ക് എത്തിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. ഇതുപോലത്തെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പീസ്.